ലാൽ ജോസിന്റെ ഒരു പരസ്യ ചിത്രത്തിന് സംഗീതമൊരുക്കുക വഴിയാണ് ബിജി ബാൽ അറബിക്കഥയിലേക്ക് എത്തുന്നത്. നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട് പോലെ പ്രവാസ ജീവിതം നയിക്കുന്നവർക്കും അവരെ കാത്തിരിക്കുന്ന നാട്ടിലുള്ളവർക്കും ഒരുപോലെ ഫീൽ ചെയ്യാനാകുന്ന ഒരു പാട്ടാണ് വേണ്ടത്. സംവിധായകൻ ബിജി ബാലിന് നൽകിയ നിർദ്ദേശം ഇങ്ങനെയായിരുന്നു. തിരികെ എന്ന അനിൽ പനച്ചൂരാന്റെ കവിതയുടെ പല്ലവിയാണ് പിന്നീട് ഈ ഗാനത്തിനായി ഉപയോഗിച്ചത്. ലാൽ ജോസും നിർമ്മാതാവുമെല്ലാം പാട്ടു കേൾക്കാൻ ഒരുമിച്ചുണ്ട്. ആദ്യം ബിജിബാൽ തയ്യാറാക്കിയ ഈണം ലാൽ ജോസിന് ഇഷ്ടമായെങ്കിലും ബിജിക്ക് അത്ര തൃപ്തിയായില്ല. പിന്നെ രണ്ടാമത് ചിട്ടപ്പെടുത്തിയ ഈണമാണ് ഈ ചിത്രത്തിൽ ഉപയോഗിച്ചത്. യേശുദാസിനെ കൊണ്ട് തന്റെ ആദ്യ ഗാനം പാടിപ്പിക്കണമെന്ന ആഗ്രഹം ബിജി ബാലിന് ഉണ്ടായിരുന്നു. ചെന്നൈയിലെ AVM സ്റ്റുഡിയോയിലായിരുന്നു റെക്കോർഡിങ്ങിന് ദാസേട്ടൻ വന്നപ്പോഴും ചില കൗതുകങ്ങളുണ്ടായി. ദാസേട്ടനെ കണ്ടയുടൻ അദ്ദേഹത്തെ നമസ്കരിച്ച ബിജി ട്രാക്ക് പാടാൻ വന്ന ഗായകനാണെന്നാണ് ദാസേട്ടൻ ആദ്യം കരുതിയത്. ഈ റെക്കോർഡിംഗ് വേളയിലെല്ലാം ബിജി ട്രാക്ക് പാടാൻ വന്ന ഗായകൻ എന്നായിരുന്നു ദാസേട്ടൻ കരുതിയത്. റെക്കോർഡിംഗ് ഒക്കെ പൂർത്തിയാക്കിയ ശേഷമാണ് ബിജി ബാലാണ് സംഗീത സംവിധായകനെന്ന് ദാസേട്ടന് മനസ്സിലായത്. ഈ കവിതയിലെ വിടുവായൻ തവള എന്ന പ്രയോഗമൊക്കെ നമ്മുടെ പാട്ടിലും വേണമെന്ന് ശ്രീനിവാസിന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. പനച്ചൂരാൻ തന്റെ ജീവിത പശ്ചാത്തലത്തിൽ നിന്ന് അടർത്തിയെടുത്ത വരികളാണ് പിന്നീട് ഈ പാട്ടിലേക്ക് ഉപയോഗിക്കപ്പെട്ടത്. പ്രതിസന്ധി കാലത്ത് നിന്ന് കരകയറാൻ പൊന്നും പണവും ഒക്കെ വാരിക്കൂട്ടാൻ കണ്ണീരോടെ വിമാനം കയറിയ ഓരോ പ്രവാസിയുടെയും ജീവിതമാണ് അക്ഷരാർത്ഥത്തിൽ ഈ ഗാനം.